നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതായി ജബാലിയയിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബൂഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം സിവിലിയന്മാരെ പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രയേൽ സൈന്യം ഇന്നലെ വെടിവെച്ച് കൊന്നത്. അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധാനന്തര ഗാസ എന്ന പദ്ധതി ഇസ്രയേലിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചു. ഇതിന് പിന്നാലെയാണ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്രയേൽ സൈന്യത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഭീകരരെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെ ഗാസയിൽ പ്രവേശിക്കാൻ ഇനി തങ്ങൾ അനുവദിക്കില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഹനിയയുടെ പ്രതികരണം. എന്നാൽ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ചകളും നടത്താൻ തയ്യാറാണെന്നും ഹനിയ പറഞ്ഞിരുന്നു. ജെറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം രൂപീകരിക്കണമെന്ന പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളും തങ്ങൾ അംഗീകരിക്കുന്നതായി ഹനിയ വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ അപ്രതീക്ഷിത തിരിച്ചടിയെന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിലയിരുത്തൽ. യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചു. ഇസ്രയേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്നും റിപ്പോർട്ടുണ്ട്. ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ, കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി, ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വലയുകയാണ് ഇസ്രയേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം അറിയിച്ചു. വടക്കൻ ഗാസയിൽ 2 സീനിയർ കമാൻഡർമാർ അടക്കം 10 സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സൈനിക മേധാവി തുറന്നു പറഞ്ഞു. ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിലാണ് ഷുജാഇയയിൽ 9 പേർ കൊല്ലപ്പെട്ടത്. ഇന്നലെ മാത്രം പരിക്കേറ്റ 41 സൈനികരെയാണ് സുറാക്ക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെറുത്തുനിൽപ്പിന്റെ വീര്യവും പ്രഹരശേഷിയും ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. പോർ വിമാനങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെയുള്ള യുദ്ധത്തിൽ ഹമാസിനെ ജയിക്കുക എളുപ്പമല്ലെന്ന തോന്നൽ സൈനികരിൽ രൂപപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേണൽ. വടക്കൻ ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന അവകാശവാദത്തിനിടെയാണ് കൂടുതൽ സൈനികർ മരിക്കുന്ന സാഹചര്യമുള്ളത്. സിവിലിയൻ കുരുതി ഒഴിവാക്കി ഹമാസിനെ അമർച്ച ചെയ്യാനാകില്ലെന്ന് പ്രതിരോധ മന്ത്രി ഗാൻസ് US നേതൃത്വത്തെ അറിയിച്ചു. 2 മാസത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗാസയിൽ മാത്രം 18,608 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,00,000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇന്നലെ മാത്രം 196 പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. യുദ്ധത്തിന് കനത്തതും വേദനാജനകവും പ്രയാസമേറിയതുമായ വിലയാണ് നാം നൽകേണ്ടി വരുന്നതെന്ന് ഇസ്രയേൽ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് പറഞ്ഞു. ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം 435 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി. അഷ്ദോദ് നഗരത്തിൽ ഹമാസ് റോക്കറ്റ് പതിച്ച് വ്യാപാര സമുച്ചയത്തിന് തകർച്ച സംഭവിച്ചു. തങ്ങളുടെ 8 നേതാക്കൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തെ ഹമാസ് നിശിതമായി അപലപിച്ചു. ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ സൈന്യം വെളുപ്പിനെയും ബോംബാക്രമണം നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.